What's happening people, this is Koji Machan and welcome back to another vlog. അപ്പോൾ ദേ നമ്മുടെ കയ്യിൽ രണ്ട് സിമ്പിൾ വൺ ഉണ്ട്. ഞാനൊരു സിമ്പിൾ വൺ യൂസറാണ്. അത് എൻ്റെ സ്കൂട്ടർ. ഇത് അവരുടെ ഏറ്റവും പുതിയ വേരിയൻ്റ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സാധനം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂർ വന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സിമ്പിൾ വൺ ഇവിടെ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ വരെ എത്തിച്ചു. അപ്പോൾ കിട്ടിയപ്പോൾ രണ്ടും കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഏറ്റവും പുതിയ വേർഷൻ നമുക്ക് ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് രണ്ട് വണ്ടിയുടെ. കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ എസ്തെറ്റിക് സാധനങ്ങളാണ് അവർ വ്യത്യാസം വരുത്തിയേക്കുന്നത്. ഈ മിറേഴ്സ് നോക്കാൻ പോയാൽ കണ്ടോ, ഇതിൻ്റെ മിറേഴ്സ് വ്യത്യാസമുണ്ട്. അതുകൂടാണ്ട് ഇവിടെ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ DRLs ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിന് ഇവിടെ ആയിരുന്ന ഹോള് ഇതിനിപ്പോൾ മേളിൽ ഹോളാക്കിയിട്ടുണ്ട്. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള മെയിൻ വ്യത്യാസം. ടയർ സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. 12 ഇഞ്ച് 90 വീൽസാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. ആ ഹെഡ് ലാമ്പും എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഈ സൈഡിൽ നോക്കാൻ പോയാൽ സൈഡ് പ്രൊഫൈലും ഓൾമോസ്റ്റ് സെയിം തന്നെ. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ എങ്കിൽ അതാണ് അതിൻ്റെ സൈഡ് വ്യൂ. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ബാക്കിലത്തെ സ്വിംഗ് ആം ആയാലും റിയർ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു കവർ വെച്ചിട്ടുണ്ട്. എന്താ ഈ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു കവർ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് അവരിപ്പോഴും ആ കവറൊന്നും കൊടുത്തില്ല. ആ കവർ വെച്ചാൽ നല്ലതാണ്, പൊടിയൊന്നും കയറില്ല. പിന്നെ ഇതിൻ്റെ സീറ്റ് നമുക്ക് നോക്കാം. സീറ്റ് ഈ ഒരു പോർഷൻ കണ്ട ഇങ്ങനെ കർവ് ആക്കിയിട്ടുണ്ട് കേട്ടോ, റൈഡറിൻ്റെ സീറ്റ്. അതാണ് ഇതിൽ വന്നേക്കുന്ന മെയിൻ ഒരു വ്യത്യാസം. ഇത് ഞാൻ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ച സീറ്റാണ്. പക്ഷേ ജസ്റ്റ് ഇതിൻ്റെ മേളിലൊരു കവറും ചെറിയൊരു ഫോമും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയുണ്ട്. പക്ഷേ ഒരു കുറച്ചും കൂടി സ്പോർട്ടിയർ ആയിട്ട് ഓടിക്കാൻ പറ്റിയ സെറ്റപ്പിലാണ് ആ ഒരു സിമ്പിൾ വൺ സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ ഇതാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കേട്ടോ. ചാർജിങ് പോർട്ട് വന്നത് ഇവിടെയാണ്. ഈ കീയും ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പോൾ ഇവിടേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ സിമ്പിൾ വണ്ണ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട്. ഇതാണ് നമ്മുടെ ചാർജ് ചെയ്യണ സോക്കറ്റും Type 6 ചാർജറും. നമുക്ക് സീറ്റ് തുറക്കണതും കാര്യങ്ങളേ ഉള്ളൂ. സീറ്റിൻ്റെ അടിയിലേക്ക് നോക്കാൻ പോയാൽ ഇതിനൊരു പോർട്ടബിൾ ബാറ്ററി ഉണ്ട്, ചാർജർ വെക്കാം. ഇവിടെയാണ് നമ്മുടെ ഫോൺ ചാർജറും സെറ്റപ്പും അവർ കൊടുത്തേക്കണത്. നേരെ തിരിച്ച് ഇതിൻ്റെ സീറ്റ് തുറക്കാൻ പോയാൽ ഇപ്പോൾ പോർട്ടബിൾ ബാറ്ററി ഇല്ല. ഇതിന് ഒറ്റ ബാറ്ററി ഉള്ളൂ. 5 കിലോവാട്ടിൻ്റെ ഫ്ലോറിൽ ഫുട്ബോർഡിൽ ഒരു ബാറ്ററി മാത്രമേ ഉള്ളൂ. ചാർജറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. കുറച്ചും കൂടെ സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ സീറ്റ് കുറച്ച് ഇളക്കും. പിന്നെ ഇത് അടച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇങ്ങനെ വലിച്ചൊക്കെ തുറക്കാൻ പറ്റും. ഈസി ആയിട്ട് സാധനങ്ങളൊക്കെ അങ്ങനെ ഒന്ന് വലിച്ച സീറ്റിൻ്റെ അടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ സ്റ്റേഡി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. വലിച്ചാന്നും വല്ല കുറച്ചും കൂടെ കട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ നിന്നൊക്കെ ലുക്ക് ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു വ്യത്യാസമില്ല. മോട്ടറിൻ്റെ പവർ വ്യത്യാസമുണ്ട്. രണ്ടും ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മോട്ടർ എന്ന് വെച്ചാൽ 8.8 കിലോവാട്ടാണ്. അതിൻ്റെ ആണെങ്കിൽ 8 കിലോവാട്ടോ 8.3 കിലോവാട്ടാണ് അതിൻ്റെ മോട്ടറിൻ്റെ പവർ വന്നത്. ഇതിനിപ്പോൾ റേഞ്ച് പറയുന്നത് 265 കിലോമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് പറഞ്ഞത് 248 ആണ്. ലാസ്റ്റത്തെ അപ്ഡേറ്റിൽ പറഞ്ഞ റേഞ്ച് എനിക്ക് ഏകദേശം 160 to 170 ആണ് ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നത്. അതും എല്ലാ ടൈപ്പ് ഓഫ് റൈഡിങ്ങിൽ കേട്ടോ മൊത്തത്തിൽ. കാര്യം ഇതേ ഒരു പെർസെൻറ്റേജ് കഴിഞ്ഞാൽ ഇത് എക്കോ മോഡിലേക്കും റൈഡ് മോഡിലേക്കും മാറും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ എക്കോ മോഡിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര മോഡിലൊക്കെ ഓടിച്ചാലും അവസാനം നമ്മൾ എക്കോ മോഡിൽ തന്നെ വന്ന് തീരും. അപ്പോൾ മൊത്തം നോക്കിയാൽ ഏകദേശം എനിക്കൊരു 160 to 170 ആണ് ഇതിൻ്റെ റേഞ്ച് കിട്ടണം. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക്, ഔട്ടർ ലുക്ക് നോക്കാൻ പോയാൽ. ഇനി നമുക്ക് ജസ്റ്റ് സ്ക്രീൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ. ഇതിൻ്റെ സെയിം 7 ഇഞ്ച് സ്ക്രീന്. ഇതിൻ്റെ സ്വിച്ചസ് നമുക്ക് കാണാം. ഇതിൻ്റെ ഓൾറെഡി റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മോഡ്സ് മാറ്റാം, 4 മോഡ്സ് ഉണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻസും ഇതിനും പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഞെക്കിയാൽ ടച്ച് സ്ക്രീനൊക്കെയാണ്. നമുക്ക് മൈ വെഹിക്കിൾ കസ്റ്റമൈസേഷൻ, കണക്ടിവിറ്റി, എമർജൻസി സിസ്റ്റം ഇൻഫോ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ക്രീൻ അത്യാവശ്യം നമുക്ക് വെയിലത്തായാലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നേരെ തിരിച്ച് ഇത് നോക്കാൻ പോയാൽ ഇതൊരു പുതിയ UI ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നേക്കണത്. ഇതിൽ Android 12 എന്തോണ് വർക്ക് ചെയ്യണത്. പക്ഷേ സ്ക്രീൻ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനിപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അത് കൂടാണ്ട് ഹിൽ ഹോൾഡ് ഉണ്ട്. പിന്നെ പുഷ് ഡൗൺ ഉണ്ട്. ഇതിപ്പോൾ ബ്രൈറ്റ്നസ് 100% ആട്ടോ, കുറച്ചൊന്നും കാണില്ല. 100% ബ്രൈറ്റ്നസ് ആണ്. ആൻഡ് ഇവിടെ ഹിൽ ഹോൾഡ് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ 6 മോഡ്സാണ് ഇതിന് അവർ കൊടുത്തേക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ 4 ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്വിച്ചസൊക്കെ വ്യത്യാസമുണ്ട്, സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ലൈറ്റ് സെൻസർ ഉണ്ട്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കിൽ സ്വിച്ചും ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റിവേഴ്സ് മോഡും ഇതിന് അപ്ലൈ ആവും ഇപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഈ രണ്ട് വണ്ടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് ജസ്റ്റ് സംസാരിക്കാം. സോ നമുക്ക് ഓടിച്ചു തുടങ്ങാമല്ലോ. ഇതിപ്പോൾ വെയിറ്റ് എനിക്ക് തോന്നുന്ന 4-5 കിലോ ആണ് വ്യത്യാസം രണ്ട് വണ്ടിയും തമ്മിൽ. ഇതിന് കുറച്ച് വെയിറ്റ് 137 ആണെങ്കിൽ ഇത് 129, 136, 137, ഇതിന് 129 kg ആണ് ഇപ്പോഴത്തെ വെയിറ്റ്. പക്ഷേ റേഞ്ചും കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. IDC റേഞ്ചാണ് കൂട്ടാൻ പറ്റിയേക്കണം. ഒറിജിനൽ റേഞ്ച് ഇതിൽ ഫുൾ ചാർജിലും എനിക്ക് തോന്നുന്നു 190 മുകളിൽ കാണിക്കുന്നില്ല ഇപ്പോഴും. അത് ഇതിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ലെറ്റ് സി, നോക്കാം, ഓടിക്കാം. കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഇട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും പോയി കാണാം, പഴയ സിമ്പിൾ വൺ എങ്ങനെയുണ്ടെന്ന്. ഇനി എനിക്ക്
തോന്നുന്നത് ഈ മോഡലായിരിക്കും അവൈലബിൾ ആവുക. കയറിയിരിക്കുമ്പോൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്, എനിക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ക്രീൻ ഭയങ്കര ബ്രൈറ്റ്നസ് കുറവാട്ടോ. സൂപ്പർ ഹോൾഡ് ഡീആക്ടിവേറ്റഡ്, സൂപ്പർ ഹോൾഡ് ആക്ടിവേറ്റഡ്. ഇവിടെ തന്നെ പിക്കപ്പ് കാണിച്ചു തരാട്ടെ. ഞാൻ ജസ്റ്റ് മോഡ്സ് എക്കോ, റൈഡ്, എയർ, ഡാഷ് മാറി എയറായി, സോണിക്, പിന്നെ ഒരു പ്രാവശ്യം ഞെക്കി പിടിച്ചാൽ സോണിക് പ്ലസ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോവേ. അതാണ് അക്രമ മോഡ്. ട്രാക്ഷൻ കൺട്രോൾ ആണ്. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓ മോനെ, ആ സെയിം ടോർക്ക് ഉണ്ട് കേട്ടോ. റാപ്പിഡ് ബ്രേക്കിംഗ് അലേർട്ടാണ്, നമുക്ക് അത് കാണാൻ പറ്റുക. സൂപ്പർ ഹോൾഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിൽ ഹോൾഡ് പോലെയാണ്, താഴത്തോട്ടും മേളിലോട്ടും വരില്ല, അതാണ് സൂപ്പർ ഹോൾഡ്. അപ്പോൾ നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ടായല്ലോ. ഇൻ്റർഫേസൊക്കെ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല വ്യത്യാസമുണ്ട് ഇൻ്റർഫേസ്. ഗ്ലൗസ് ഇട്ടുണ്ടെന്ന് തോന്നണം. ഇത് ഞെക്കി പിടിച്ചാൽ കണ്ടോ, ട്രാക്ഷൻ, റാലി, ട്രാക്ക്, റെയിന്, റോഡ്, പിന്നെ താഴത്തോട്ട് പോയാൽ കണ്ടോ എക്സ്റ്റെൻഡഡ് പവർ മോഡ്സ്, അതിൽ എക്കോ എക്സും സോണിക് എക്സും ഉണ്ട്. പിന്നെ റീജൻ ഇപ്പോൾ 4 ലെവൽ റീജന് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇവിടെ ക്ലോസ് വയ്ക്കുക, ക്ലോസ് ആവും. അപ്പോൾ പോവാം. ഇപ്പോൾ സോണിക്കിൽ നിന്ന് മാറ്റാം. ഞാൻ എപ്പോഴും ബെസ്റ്റ് ഓടിക്കണത് റൈഡ് മോഡിലാണ് കേട്ടോ. കുറച്ചും കൂടെ കംഫർട്ടബിളായി. ആ ഒരു എന്താ, സത്യം പറഞ്ഞാൽ ഏത്തറിൻ്റെയൊക്കെ ഒരു റൈഡിങ് പൊസിഷൻ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും. ത്രോട്ടിൽ കുറച്ചും കൂടെ ഒരു സ്മൂത്തർ ത്രോട്ടിൽ റെസ്പോൺസാണ് റൈഡ് മോഡിൽ. മറ്റേ പഴയതിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. കംഫർട്ട് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ബാക്ക് സസ്പെൻഷനായാലും ഫ്രണ്ട് സസ്പെൻഷൻ്റെ കംഫർട്ട് നല്ല വ്യത്യാസമുണ്ട്. പഴയത് കുറച്ചും കൂടെ ഹാർഡായിരുന്നു, പക്ഷേ അത് കുറച്ചും കൂടെ സ്പോർട്ടിയറായിട്ട് ഓടിക്കാൻ അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് സ്പോർട്ടിയറായിട്ട് ഓടിക്കാൻ ചെറിയൊരു ഇതുള്ള സസ്പെൻഷൻ ഭയങ്കര കംഫർട്ട് വെച്ചാൽ വേറെ ലെവൽ കംഫർട്ടായിട്ടുണ്ട്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഷോർട്ട് റൈഡേഴ്സിനും ഇത് അടിപൊളി ആയിരിക്കും, കാരണം സീറ്റ് ഹൈറ്റും അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ല വ്യത്യാസമുണ്ട്. ഇത് മാപ്പൊക്കെ കാണിക്കണം വേറെ ഇങ്ങോട്ടൊക്കെ ആണല്ലോ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വന്നു. ഞാൻ പറഞ്ഞ പോലെ ABS ഇല്ല, കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഫ്രണ്ട് പിടിച്ചാൽ ബാക്ക് ഇതാണത്. ആൻഡ് പഴയ സിമ്പിളിന് ഒരു ഇതുണ്ടായി, ഒരു വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ടായി. ഇതിന് അങ്ങനത്തെ വോബ്ലിംഗ് ഇല്ല. സൈഡിലോട്ട് പോകുന്നുണ്ട്, പക്ഷേ വോബ്ലിംഗ് ഇഷ്യൂ ഇല്ല. ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ട്, പക്ഷേ വോബ്ലിംഗ് ഇഷ്യൂ ഇല്ല കേട്ടോ. അത് പഴയ സിമ്പിൾ വന്ന ആ ഒരു വോബ്ലിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായി, അതൊക്കെ മാറി. ബ്രേക്സ് വേണേൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാമെന്ന് പറയും. സോണിക് മോഡൽ ABS ഇല്ലാത്തതുകൊണ്ടാണ് ആ തെന്നണത് കേട്ടോ. അപ്പോൾ സോണിക് മോഡലിൽ എനിക്ക് ബ്രേക്ക് കുറച്ച് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്നും ഈ ഒരു സിമ്പിൾ വന്നിട്ട്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മുടെ ബ്രേക്സ് കുറച്ച് ഇമ്പ്രൂവ് ആക്കാമായിരുന്നു. എനിക്ക് ആ സോണിക് മോഡൽ അല്ലെങ്കിൽ സോണിക് എക്സ് പ്ലസ്സിൽ ഇതിൻ്റെ ബ്രേക്സ് അത്ര പോരാന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഗ്യാസ് കുറ്റിയൊന്നും വെക്കാൻ പറ്റില്ല, അതിനുള്ള സ്ഥലമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും എടുക്കണ്ട. ഇത് ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റിയ സെറ്റപ്പുള്ള സ്കൂട്ടറൊന്നുമല്ല. നമുക്ക് ഈസി ഡെയിലി യൂസ് ചെയ്യാം. റേഞ്ച് ആങ്സൈറ്റി ഉള്ളവർക്ക് അടിപൊളിയായിരിക്കും. വലിയ തലവേദനയില്ല, റേഞ്ച് നമുക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ റേഞ്ച് പ്രശ്നമാണ്. റേഞ്ച് അയ്യോ ചാർജ് തീർന്നു പോവോ എന്ന് പേടിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് ഇത് അടിപൊളിയായിരിക്കും. ടോപ്പ് സ്പീഡ് എന്നൊക്കെ നമുക്ക് കയറട്ടോ. വണ്ടി സിമ്പിളായിട്ട്, എൻ്റെ വണ്ടി 105 ഈസി ആയിട്ട് എത്തും, അതിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ വണ്ടിയും ഈസി ആയിട്ട് 115 എത്തും. അതിനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്ര അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മോട്ടർ തന്നെയാണ് നേരത്തെ ഉണ്ടായത്. ഇപ്പോഴും നല്ല പവർഫുൾ മോട്ടർ തന്നെയാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തേക്കണേ. സ്ക്രീൻ വായിക്കാൻ കുറച്ച് പണിയാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ കിട്ടില്ല. എനിക്ക് ജസ്റ്റ് ഞാൻ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കി വെക്കാം. എന്തായാലും എയറിലാണ് ഞാൻ മാറിയിട്ട് സോണിക് പ്ലസ്സിലിടാം. സോണിക് പ്ലസ്സിലിട്ടിട്ടുണ്ട്. 115 വരെ പോകുമ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. കാരണം ബാക്ക് സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അതായത് ഇപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ രീതിയിലാക്കിയിട്ടുണ്ട് വണ്ടി. ടയേഴ്സ് ആയാലും കുഴപ്പമില്ല, അത്യാവശ്യം സ്മൂത്തറായിട്ടുള്ള ടയേഴ്സാണ്. ഓ $115 എത്താൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് ഡൗൺ ഹില്ലായിട്ടും എനിക്കന്ന് കുറച്ച് ടൈം എടുക്കും 115 എത്താൻ വണ്ടിയെ.
105 107 വരെയൊക്കെ എത്തി, പക്ഷേ സ്ക്രീൻ കാണാനുള്ള. ആൻഡ് ബാക്കി വണ്ടി സ്മൂത്താണ്, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് ജേർക്സ് വന്നിട്ടുണ്ട്. അതെനിക്ക് പഴയ മോഡലിനും ഉണ്ട്. ചെറിയ ചെറിയ കട്ടറൊക്കെ ചാടുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫുള്ളായിട്ട് അങ്ങ് കുലുങ്ങും. അത് ഇതിനും അതേപോലെ തന്നെ. എനിക്ക് തോന്നുന്നത് മിക്ക സ്കൂട്ടറിനും അതുണ്ട്. ഇത്രയും ചെറിയ ഫോക്സിന് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ചാട്ടവും ഇളക്കമൊക്കെ ആയിരിക്കും ഇതിന് നിങ്ങൾക്ക് കാണാൻ പോണേ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യാം. ചാർജിങ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാസ്റ്റ് ചാർജർ ഇതിന് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമല്ല, വേറെയും ഔട്ട്സൈഡ് തേർഡ് പാർട്ടി ഫാസ്റ്റ് ചാർജേഴ്സൊക്കെ ഇത് കോമ്പാറ്റബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. ഉറപ്പില്ല, അവർ പറഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ കോമ്പാറ്റബിൾ ആണ് ഇതിൻ്റെ തേർഡ് പാർട്ടി ഫാസ്റ്റ് ചാർജേഴ്സൊക്കെ ഇതിനും അപ്ലൈ ആവും. സ്വിച്ച് ഗിയേഴ്സൊക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ് ആക്കാമെന്ന്. എനിക്ക് പഴയതിന് തന്നെ ഇഷ്ടം. ഇത് കുറച്ചും കൂടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി സ്വിച്ച് ഗിയേഴ്സിൻ്റെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ പ്രത്യേകിച്ച് ഈ ഒരു ജോയ്സ്റ്റിക്ക് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല, അധികം നാൾ നിൽക്കുമെന്ന്. അതുകൂടാണ്ട് ഈ ഒരു സ്വിച്ചിൻ്റെ ഒരു ക്വാളിറ്റി അത് എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ നമുക്ക് റീജൻ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഞാൻ റീജൻ ഓൾറെഡി മറ്റേ പഴയ വേർഷന് റീജൻ ഉണ്ട് കുറച്ച്. റീജൻ ലെവൽ 4. ഓ ബ്രേക്കിംഗ് കണ്ടിട്ട് വേണ്ട. യെസ്, ഫീൽ ചെയ്യണ്ട. ഐ ക്യാൻ ഫീൽ ദ ബ്രേക്സ്. ലെവൽ 1 ഉണ്ടെന്ന് വെച്ചാൽ ഒരു ബേസിക് റീജൻ ഉണ്ട്. റീജൻ നമുക്ക് ഓഫ് ആക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ തന്നെ ഉള്ളൂ. എനിക്കിത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. റൈഡിങ് പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. എനിക്ക് തന്നെ ഈസി ആയിട്ട് പഴയ പറയണ 265 IDC പറഞ്ഞാലും എനിക്ക് ഈസി ആയിട്ട് 150+ നമുക്ക് ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ആ റേഞ്ച് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുള്ളൂ എനിക്ക്. പിന്നെ സർവീസ് വൈസ് ഞാൻ അത്യാവശ്യം എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നാലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ആൾക്കാർ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതിൽ. ഇവിടുത്തെ ക്വാളിറ്റിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്ലാസ്റ്റിക്കും ഈ കവറിൻ്റെ നമ്മുടെ ചാർജിങ് പോർട്ടിൻ്റെ കവറിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് ഇവിടുത്തെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷൊക്കെ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ സ്ഥലത്ത് അവർ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസിങ്ങിൽ എനിക്ക് തോന്നുന്നു വേറൊരു വണ്ടി ഇത്രയും റേഞ്ച് തന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും റേഞ്ചുള്ള ദയവേത് ഓല എന്ന് പറഞ്ഞ് വരരുത്. ഓലേനെ മാറ്റി നിർത്തുവാണെങ്കിൽ ഇത്രയും റേഞ്ച് വേറൊരു സ്കൂട്ടറും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടോ. കാര്യം ഞാൻ എൻ്റെ സിമ്പിൾ വെച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എനിക്കൊരു റേഞ്ച് ആങ്സൈറ്റി ഇല്ല. റേഞ്ച് വണ്ടി ഓഫായി പോവോ, ചാർജ് തീർന്നു പോവോ, അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമേ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈസി ആയിട്ട് എനിക്ക് എല്ലാ ദിവസവും എനിക്ക് ഒരു എങ്ങനെ പോയാലും ഒരു 70 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാലും 30-35% ചാർജ് ഉണ്ടാകും. അതും റൈഡ് മോഡിലാട്ടോ ഞാൻ മിക്കവളും ഓടിക്കുന്നത്. അത് ഞാൻ എൻ്റെ യൂസർ റിവ്യൂവിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവരുടെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 400 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. 6.5 kWh ബാറ്ററി വന്ന ഒരു വണ്ടിയാണ്. 400 കിലോമീറ്റർ IDC റേഞ്ച് അവർ ക്ലെയിം ചെയ്യണത്. അത് കോൺസെപ്റ്റാണ്. അൾട്ര എന്നാണ്, സിമ്പിൾ 1 അൾട്ര എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ വന്നാൽ പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ബാംഗ്ലൂർ ടു പാലക്കാടൊക്കെ ഒറ്റ സ്ട്രെച്ചിന് പോകാൻ തോന്നുന്നു ആ വണ്ടിയായിട്ട്. IDC റേഞ്ച് ആട്ടോ. എന്നാലും നമുക്കൊരു ഈസി ആയിട്ട് എനിക്ക് 250-300 കിലോമീറ്റർ എങ്കിലും കിട്ടേണ്ടതാണ് IDC 400 പറഞ്ഞാൽ. അപ്പോൾ മര്യാദയ്ക്ക് ഓടിച്ചാൽ നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടുമായിരിക്കും അതിൽ നിന്ന്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണം 1,49,000 ആണ്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് 1,79,000 78,000 റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ് തന്നെ. ഓൺ റോഡ് വേരി ചെയ്യും. ഓൺ റോഡ് നമുക്ക് ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വന്നതെന്ന്. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് പഴയ മോഡലിന് കിട്ടുമെന്ന് വെച്ചാൽ യെസ്, പഴയ മോഡൽസിന് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ട്രാക്ഷൻ കൺട്രോളും പിന്നെ ഈ റീജൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ട്രാക്ഷൻ കൺട്രോളൊന്നും എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള കപ്പാസിറ്റി ഇതിൻ്റെ പ്രൊസസ്സറിനില്ല. പഴയ വേരിയൻറ്റിൻ്റെ പുതിയതിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. 2 വേരിയൻ്റ് ഉണ്ട് ഇതിന്. അതായത് ടച്ച് ഉള്ളതും ഉണ്ട്, ടച്ച് ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വേരിയൻറ്റും നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. അതായത് സ്ക്രീൻ ടച്ച് ഉള്ളത്, അത് ബേസ് വേരിയൻറ്റ് ടച്ച് ഇല്ലാത്ത നോർമൽ സ്ക്രീനാണ്. പിന്നെ ബാറ്ററി വാറണ്ടി 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ഉണ്ട്. 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ. 3 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ. പിന്നെ അതൊക്കെ ബാക്കിയൊക്കെ എക്സ്റ്റെൻഡ്. 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് വാറണ്ടി പറയണത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് വാറണ്ടി. നമുക്ക് 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്ററാണ് എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്താൽ നമുക്ക് കിട്ടണം കേട്ടോ. പിന്നെ കയറ്റമൊക്കെ കയറും കേട്ടോ. 2 പേരെ വെച്ചിട്ട് കയറ്റം കയറും. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ. എനിക്കങ്ങനെ തലവേദനകളൊന്നും
ഇതുവരെ ഉണ്ടായിട്ടില്ല. വണ്ടി വഴി കിടന്ന് നിന്ന് പോയി അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് വന്നിട്ടില്ല. ഗ്ലിച്ചസ് ഉണ്ട്, ചില സമയത്ത് സ്ക്രീൻ ഓഫായി പോകും. അപ്പോൾ എന്നാലും വണ്ടി റണ്ണിങ് ആയിരിക്കും. പിന്നെ ഒന്നോ 2 പ്രാവശ്യം മോഡ്സ് മാറിയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ്, അതായത് നമുക്ക് ഒരിക്കലും തലവേദനയായിപ്പോയി ആ വണ്ടി എടുത്തതെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലാണ് ചാർജ് ചെയ്യണത്. വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് ചാർജിങ് സെറ്റപ്പും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സിമ്പിളിൻ്റെ ഷോറൂമിൽ പോകാൻ അത്യാവശ്യം കുറേ ഷോറൂമുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഉപയോഗിക്കുന്നത്. സോ ഡോണ്ട് ഫൈറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ വയ്ക്കുക. അടുത്ത വീഡിയോ ബെല്ലൈക്കൻ സാധനം മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.